ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കു നീ ഒരു മുത്തം തായോ. ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കു നീ ഒരു മുത്തം തായോ. പേലിത്തിരിയോ മുടി മാടിത്തരാമമ്മ ഓടക്കുഴലൂതി ഓടിവായോ. ഒന്നും പാട്ട് പഠിച്ചിട്ടുണ്ട്, പാടിക്കൊണ്ടിരുന്നു. മുമ്പൊക്കെ നിറച്ചും പാടുമായിരുന്നു, നിറച്ചും പാടുമായിരുന്നു. ഞങ്ങളൊക്കെ സെറ്റിലിരുന്നു ഒന്നിച്ച് പാടാൻ പറയും, പൊന്നു പാടും. അതുകൊണ്ട് എങ്ങനത്തെ പാട്ടുകളോടായിരുന്നു കൂടുതൽ താല്പര്യം? എനിക്ക് ക്ലാസിക്കൽ ബേസ് ഉള്ള സോങ്സ് ആണ് ഇഷ്ടം. അപ്പൊ എന്തായാലും അധികം വൈകാണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാനും വിചാരിക്കണു. തീർച്ചയായിട്ടും അതൊക്കെ പഴയ ശരിക്കും പറഞ്ഞാലേ പ്രേം നസീർ പാടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ക്ലാസിക്കൽ പക്കാല പാടി കേട്ടിട്ടുണ്ട് ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു. അസലായിട്ട് പാടുമായിരുന്നു. പഴയ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും പാട്ടുകാര് അല്ല, പാട്ടുകാരാണ് പാട്ടുകാരല്ല, എല്ലാരും ഭയങ്കര പാടാറുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ അല്ലേ. ഇതാ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുട്ടനില്ലേ വിജയരാഘവൻ അസലായിട്ട് ഒരു ഡാൻസ് ചെയ്തു. ആരെങ്കിലും വിശ്വസിക്കുമോ? പറഞ്ഞു. അത് ശരി. ഞാനും ഉണ്ടായിരുന്നു. പറഞ്ഞു അയ്യോ പറ്റില്ല ചേച്ചി. ഞാൻ പറഞ്ഞു ചെയ്യരാ, എന്തോ അതെ എന്തിന്റെ ഒരു അത് നിങ്ങൾ സിനിമയിൽ കാണണം. അസലായിട്ട് ചെയ്തു. ഇപ്പൊ ശരിക്കും സിനിമയിലായാലും ഇപ്പോൾ ഞങ്ങളുടെ ഇത് തലമുറ കണ്ടുകൊണ്ടിരിക്കണ ചില സിനിമയിൽ കേട്ടോ അമ്മമാരെ ഇങ്ങനെ അവഗണിക്കുന്ന പോലെ. അപ്പോൾ ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാലും അമ്മമാരെ എന്നല്ല പാരന്റ്സ് ആയിട്ട് പൊതുവെ അവരെ മോളെ അതൊരു അവഗണിക്കൽ എന്ന് പറയാനാവില്ല. ഇപ്പൊ എത്രയോ വലിയ ഫാമിലീസിൽ നിന്നൊക്കെ ഏജായവരെ കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആകെപ്പാടൊരു തിരക്കല്ലേ. ഭാര്യ ജോലി ചെയ്യുന്നുണ്ടാവും, ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടാവും, മക്കൾ സ്കൂളിൽ പോകും. ഈ അമ്മയെ ആര് നോക്കും? അമ്മയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റുമോ? അതിനായിരിക്കാം അങ്ങനെയുണ്ട്. പക്ഷേ വയസ്സായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ എല്ലാവരും സ്നേഹിക്കണം, നമുക്ക് സ്നേഹിക്കണം. ഏജായി കഴിയുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു ഫീലിംഗ് മനസ്സിൽ വരിക.